പത്തരമാറ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ ഏഞ്ചൽ ജ്വല്ലറിയും നമ്മൾ മോർത്തീസ് ജ്വല്ലറിയും തമ്മിൽ അടുത്തൊരു ഏറ്റുമുട്ടലിനൊക്കെ തയ്യാറാവുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു സന്തോഷത്തിലൊക്കെയാണ് നമ്മൾ നാഗേന്ദ്രനും കൂട്ടരും കേട്ടോ. അപ്പം നമ്മൾ നാഗേന്ദ്രൻ പറയുന്നുണ്ട് അന്ന് ആ ഒരു പറ്റിയ തെറ്റ് എന്തായാലും ഇനി ഈ ഒരു എക്സിബിഷൻ്റെ ഇതിൽ നമുക്ക് പറ്റാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണെങ്കിൽ അവർ നമ്മൾ മാളവികയെ ഭയങ്കര വിശ്വസിച്ചൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. മാളവിക നമ്മളെ ചതിക്കത്തില്ല, നല്ല ഡിസൈനും കാര്യങ്ങളും മാളവിക നമുക്ക് വരച്ച് തരുമെന്നൊക്കെ ഉള്ള ഒരു കോൺഫിഡൻറ്റിൽ നമ്മൾ നാഗേന്ദ്രൻ നിൽക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ നമ്മൾ അബിയും അതുപോലെ തന്നെ നമ്മുടെ ഡേവിഡും കൂടാണ് നമ്മൾ മാളവികയെ പോയി കാണുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ ഡേവിഡ് പറയുന്നുണ്ട് എന്തായാലും ഇനിയിപ്പോൾ അടുത്തൊരു എക്സിബിഷൻ്റെ ഒരു ഇത് വന്നിട്ടുണ്ട്, അതുകൊണ്ട് ഇനി കഴിഞ്ഞ പ്രാവശ്യം പറ്റിയതുപോലെ ഒരു ഇത് പറ്റരുത് എന്നൊക്കെ പറയുന്നു. ഞങ്ങളാണെങ്കിൽ മാളവികയെ വിശ്വസിച്ചിരിക്കുകയാണ്, അതുപോലെ തന്നെ ഡിസൈനും കാര്യങ്ങളൊക്കെ വരച്ച് തരണമെന്നൊക്കെ നമ്മളെ ഡേവിഡ് പറയുന്നുണ്ട് കേട്ടോ. അല്ലെങ്കിൽ പിന്നെ വേറൊരു പിന്നെ ഡിസൈനറേയും കൂടെ വെക്കണമെന്നൊക്കെ പറയുന്നു. അപ്പോൾ അത് നിനക്ക് ബാധിക്കുമെന്നൊക്കെ നമ്മൾ ഡേവിഡ് പറഞ്ഞിട്ടാണെങ്കിൽ ഡേവിഡ് അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മൾ അബി ചോദിക്കുന്നുണ്ട് എന്തായി ഡിസൈനും കാര്യങ്ങളൊക്കെ റെഡിയായോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് നമ്മൾ മാളവികയാണെങ്കിൽ ഒരു ഡിസൈനൊക്കെ എടുത്ത് കയ്യിൽ അബിയുടെ കൈ കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അബിയാണെങ്കിൽ പറയുന്നുണ്ട് ഇതിലും കുറച്ചും കൂടെ ബെറ്റർ ആക്കാൻ പറ്റുമെന്നൊക്കെ ചോദിച്ചിട്ടാണെങ്കിൽ നമ്മൾ മാളവികയെ ശല്യം ചെയ്യാനൊക്കെ വേണ്ടി ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പം നമ്മൾ അബിയുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും മാളവികയായിട്ട് കൂടുതൽ അടുക്കാൻ വേണ്ടിയൊക്കെയാണല്ലോ. അങ്ങനെ പിന്നെ നമ്മൾ അബിയാണെങ്കിലൊക്കെ അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ പറഞ്ഞിട്ട്. അങ്ങനെ പിന്നെ നമ്മൾ മാളവികയാണെങ്കിൽ നമ്മൾ ആദർശിനെ വിളിക്കുന്നുണ്ട്. വിളിച്ചിട്ടാണെങ്കിൽ പറയുന്നുണ്ട് നിനക്ക് ഇവർ ഡിസൈനും കാര്യങ്ങളൊക്കെ തയ്യാറാക്കി കൊടുക്കാൻ വേണ്ടി പറയുന്നുണ്ട്. അപ്പം അതെങ്ങനെയാ കാര്യങ്ങളെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ മാളവിക നമ്മൾ ആദർശ് പറയുന്നുണ്ട് അതിനെ ഓർത്ത് നീ ടെൻഷനും കാര്യങ്ങളും ആവണ്ട, അത് എങ്ങനെയെങ്കിലും എത്രയും പെട്ടെന്ന് നയനെ വരച്ച് നിനക്ക് അയച്ചു തന്നോളൂ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെയും നമുക്ക് ഡിസൈനും കാര്യങ്ങളൊക്കെ വരയ്ക്കണമല്ലോ, അപ്പോൾ അതിൻ്റെയും കൂടെ തിരക്കും കാര്യങ്ങളൊക്കെ ആണെന്നൊക്കെ നമ്മൾ ആദർശാണെങ്കിൽ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മൾ മാളവിക ചോദിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് അവർക്ക് സംശയം തോന്നില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ ഡിസൈനൊക്കെ വരയ്ക്കാതിരിക്കുമ്പോൾ. അപ്പോൾ ആദർശ് പറയുന്നുണ്ട് നീ ഒരു കാര്യം ചെയ്യുക, ആർക്കും ഡൗട്ട് വരാതിരിക്കാൻ വേണ്ടി നീ ഒരു പേപ്പറും പേനയും എടുത്ത് വെച്ച് ഇങ്ങനെ ഡിസൈനൊക്കെ നോക്കുന്ന രീതിയിലൊക്കെ നീ ഇങ്ങനെ കുറച്ച് നേരം അവിടെ ഇരിക്കുക, എന്നിട്ട് ഞാനത് എത്രയും പെട്ടെന്ന് നയന നിനക്കത് അയച്ചു തരുമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അതേ സമയത്ത് നമ്മൾ ആദർശം മാളവികയും കൂടെ സംസാരിക്കുന്ന സമയത്ത് നമ്മളെ നവ്യയാണെങ്കിൽ അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. എന്നിട്ടാണെങ്കിൽ നവ്യ അങ്ങനെ ചിന്തിക്കുന്നുണ്ട് ഇവളെന്താ എന്ത് മത്സരിക്കാനാണ് ഇവൾ ഇരിക്കുന്നത്, ഇവളാണെങ്കിൽ ഡിസൈനോ കാര്യങ്ങളോ ഒന്നും വരയ്ക്കുന്നത് ഞാൻ കാണുന്നതും ഇല്ലല്ലോ, പിന്നെ ഇവൾ എങ്ങനെ ഇവൾ മത്സരിക്കാൻ വേണ്ടിയിട്ട് ഇവൾ പോകുന്നൊക്കെ ഇങ്ങനെ നമ്മൾ നവ്യ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നവ്യ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. പക്ഷേ നയനയാണെങ്കിൽ ഒരു കോമ്പറ്റീഷനും കാര്യത്തിനൊക്കെ പങ്കെടുക്കാൻ പോകുന്നതിന് മുമ്പ് ആ ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ എങ്ങനെയൊക്കെ വരയ്ക്കാമെന്നുള്ള ഒരു പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് അതിൻ്റെ ഫ്രണ്ടിൽ തന്നെയാണല്ലോ നയന എപ്പോഴും ഇരിക്കുന്നതെന്നൊക്കെ ഉള്ളൊരു ചിന്ത നമ്മളെ നവ്യയുടെ മനസ്സിൽ വരുന്നുണ്ട്. അങ്ങനെ നമ്മളെ നവ്യയ്ക്കാണെങ്കിൽ ഇങ്ങനെ ചിന്ത വരുന്നുണ്ട്. അത് വെച്ച് നോക്കുമ്പോൾ നമ്മൾ മാളവികയാണെങ്കിൽ ഒന്നും ചെയ്യുന്നില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്. അതുമല്ല ഇവളിങ്ങനെ ആരുടെ ഫോണിൽ വിളിച്ച് സംസാരിച്ചിട്ട് ഡിസൈനൊക്കെ എത്തിക്കുന്ന കാര്യങ്ങളൊക്കെ ഇവള് പറയുന്നുണ്ടല്ലോ. ഇനി ഇവളാണോ ആദർശേട്ടനെയൊക്കെ സഹായിക്കുന്നത്, ഇവിടെ ഇരുന്നിട്ട് എല്ലാ കാര്യങ്ങളും ചോർത്തി കൊടുക്കുമെന്നൊക്കെ ഇങ്ങനെ ഡേവിഡ് സാറ് പറയുന്നുണ്ടല്ലോ. അതിന് ഇനി ഇവളാണോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്. അങ്ങനെ നമ്മളെ നവ്യയാണെങ്കിൽ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. ആ സമയത്താണെങ്കിൽ നമ്മൾ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ മാളവികയ്ക്കാണെങ്കിൽ ആദർശ് ഫോൺ വിളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് നമ്മൾ എപ്പോഴും കാണുന്ന സ്ഥലത്ത് വരാൻ വേണ്ടിയൊക്കെ നമ്മൾ ആ മാളവികയടുത്ത് പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ മാളവികയാണെങ്കിൽ അവിടുന്ന് പോവുകയൊക്കെ ചെയ്യുന്നത് നമ്മൾ നവ്യ കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ നവ്യ ഇങ്ങനെ ചിന്തിക്കുന്നത് എന്തായാലും ഇവള് പിറകെ ഒന്ന് പോയിട്ട് തന്നെ ബാക്കി കാര്യം എന്നൊക്കെ പറഞ്ഞിട്ട് നവ്യയാണെങ്കിൽ നമ്മൾ മാളവിക പോകുന്നതിൻ്റെ പിറകെയൊക്കെ ഒന്ന് പോവുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ നവ്യയാണെങ്കിൽ ആ ഒരു ഞെട്ടിക്കുന്ന കാഴ്ചയൊക്കെ കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ മാളവികയാണെങ്കിലും ആദർശിൻ്റെ കൂടെ നമ്മൾ നയനയുടെ നിന്ന് കൂടെ നിന്ന് സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന ആ ഒരു കാഴ്ച നമ്മൾ നവ്യ കാണുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം നവ്യ ചിന്തിക്കുന്നുണ്ട് ഓഹോ അപ്പോൾ ഇവര് ഏർപ്പെടുത്തിയ ആൾ തന്നെ ആണല്ലേ മാളവിക, അപ്പോൾ എനിക്ക് സംശയം തോന്നിയത് എന്തായാലും ശരിയായിട്ട് തന്നെയാണല്ലോ കിട്ടിയെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ആദർശും നയനയൊക്കെ ആണെങ്കിൽ എന്തെങ്കിലും ഡിസൈനും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കൊടുക്കുന്നതും കാര്യങ്ങളൊക്കെ നമ്മൾ നവ്യ കാണുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ നവ്യ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് എന്തായാലും ഇവളാണല്ലോ അപ്പം ഇവർ സഹായിക്കാൻ പറ്റുകയൊക്കെ ചെയ്യുന്നത്, ജ്വല്ലറി നടക്കുന്ന എല്ലാ കാര്യങ്ങളും അപ്പം ഇവളാണ് ഇവർക്ക് പറഞ്ഞു കൊടുക്കുകയൊക്കെ ചെയ്യുന്നതെന്നൊക്കെ നമ്മൾ നവ്യ ചിന്തിക്കുന്നുണ്ട്. എന്തായാലും ആദർശേട്ടനാണെങ്കിൽ നല്ല ബുദ്ധിമാൻ തന്നെ, ഇത്രയ്ക്കും റിസ്ക് എടുത്താണല്ലോ ആദർശേട്ടൻ ഈ കാര്യങ്ങൾ അവർ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ജ്വല്ലറിക്കാരെങ്ങാനും മാളവികയെ പിടിച്ചു കഴിഞ്ഞാലും അതൊരു പ്രശ്നമാവുമല്ലോ. അപ്പോൾ അവർ ആ ഒരു പിടിക്കാതെയും വെക്കാതെയൊക്കെയുള്ള രീതിയിൽ തന്നെയാണല്ലോ ഇവരെല്ലാ കാര്യങ്ങളും മുമ്പോട്ട് കൊണ്ടുപോകുന്നതൊക്കെ നമ്മൾ നവ്യ ചിന്തിക്കുകയൊക്കെ ചെയ്യും. അങ്ങനെ നവ്യ ചിന്തിക്കുന്നുണ്ട് എന്തായാലും ഞാൻ വഴിയാണെങ്കിലും മാളവിക വഴിയാണെങ്കിലും അവർക്ക് എല്ലാ സഹായങ്ങളും അവർക്ക് എത്തിച്ചു കൊടുക്കണമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് അവരെന്തായാലും വിജയിച്ച് അവർ മതിയാവത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ നവ്യയാണെങ്കിൽ അവിടുന്ന് നേരെ കൂട്ടുകാരി അടുത്ത് പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ കൂട്ടുകാരി അടുത്ത് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണെങ്കിൽ നവ്യ പറയുന്നുണ്ട് എന്തായാലും ഈ ഒരു കാര്യം അവർക്ക് മെസ്സേജ് അയക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് നവ്യയാണെങ്കിൽ കൂട്ടുകാരിയെ കൊണ്ടാണെങ്കിലും മെസ്സേജ് ഒക്കെ അയപ്പിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ആദർശിൻ്റെ ഫോണിലേക്ക് അങ്ങനെ ആദർശിൻ്റെ ഫോണിൽ മെസ്സേജ് വരുന്നതും ഒന്ന് നോക്കുന്നതും നമ്മളെ നയനയാട്ടോ. അപ്പോൾ നമ്മൾ നയനയാണെങ്കിൽ ആ മെസ്സേജ് മെസ്സേജ് എന്ന് പറഞ്ഞാൽ എന്തായാലും ഇപ്പം ഡിസൈനേഴ്സിൻ്റെ എക്സിബിഷൻ നടക്കാൻ പോകില്ല, അപ്പോൾ അതിനകത്താണെങ്കിൽ നിങ്ങൾ എന്തായാലും പരാജയപ്പെടത്തില്ല. കാര്യം വെച്ചാൽ ഇപ്പം നയന കളക്ഷൻസും മാളവിക കളക്ഷൻസും ഒന്നാണല്ലോ എന്നാണ് അതിനകത്ത്
വന്ന മെസ്സേജ് കേട്ടോ. അപ്പോൾ ആ മെസ്സേജ് കാണുന്ന സമയത്താണെങ്കിൽ നമ്മൾ നയന ഒന്ന് ഷോക്ക് ആവുന്നുണ്ടെങ്കിലും ആ ഒരു വിവരം നമ്മൾ ആദർശിൻ്റെ അടുത്ത് അറിയിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം ആദർശിൻ്റെ ചോദിക്കുന്നുണ്ട്, ഇവരെന്തായാലും ഇങ്ങനെയൊക്കെ മെസ്സേജുകൾ അയക്കുന്നുണ്ടല്ലോ ആദർശേട്ടാ. അപ്പം ഇനിയിപ്പം ഇവർ സത്യം അറിഞ്ഞ സ്ഥിതിക്കാണെങ്കിൽ ഇനി ഇവർ ഏതെങ്കിലും ഒരു കാര്യമൊക്കെ സഹായിക്കും എന്നൊക്കെ ചോദിക്കുന്ന സമയത്താണെങ്കിൽ ആദർശ് പറയുന്നുണ്ട്, അതെന്തായാലും ഒരിക്കലും ഉണ്ടാവത്തില്ല. കാര്യം ഇവർ നമുക്ക് അയക്കുന്ന മെസ്സേജുകളും കാര്യങ്ങളെല്ലാം നമുക്ക് പോസിറ്റീവായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ആണല്ലോ ഇവർ അയച്ചു തരുന്നതെന്നൊക്കെ ഇങ്ങനെ നമ്മൾ ആദർശ് പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ആദർശ് പറയുന്നുണ്ട്, എന്തായാലും നമ്മളെ അറിയുന്ന ഒരു വ്യക്തി തന്നെയാണെന്ന് എനിക്ക് തോന്നുന്ന കാര്യം നമ്മളെല്ലാ കാര്യങ്ങളും അവർ കറക്റ്റായിട്ട് നമുക്ക് മെസ്സേജും കാര്യങ്ങളൊക്കെ അയക്കുന്നുണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും ഈ മെസ്സേജിൻ്റെ പിറകെ എന്തായാലും പോകാൻ നമുക്ക് ഒട്ടും സമയമില്ല. എന്തായാലും ഈ ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ എല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ അതിൻ്റെ പിറകെ എന്തായാലും അന്വേഷിച്ചിട്ട് ആരാണെന്ന് വെച്ചാൽ അവർക്ക് നമുക്ക് നല്ലൊരു സമ്മാനവും കാര്യങ്ങളൊക്കെ കൊടുക്കണമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇപ്പം എൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ജ്വല്ലറി എങ്ങനെയെങ്കിലും അവരെ തകർക്കണം എന്നുള്ള ലക്ഷ്യം മാത്രമേ എനിക്കുള്ളൂ എന്നൊക്കെ പറയുന്നു. എന്നിട്ട് എങ്ങനെയെങ്കിലും വിജയിച്ചിട്ടാണെങ്കിൽ തിരിച്ച് എനിക്ക് എൻ്റെ തറവാടിലേക്ക് പോകണം. എൻ്റെ മുത്തശ്ശനാണെങ്കിൽ പോലും എൻ്റെ അടുത്ത് ഈ ഒരു സംഭവത്തിന് ശേഷം മിണ്ടാതെയൊക്കെ ഇരിക്കുകയല്ലേ, മുത്തശ്ശൻ എന്തായാലും ഒന്ന് മിണ്ടിക്കൂടെ എന്നൊക്കെ നമ്മൾ ആദർശം ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം എനിക്ക് എങ്ങനെയെങ്കിലും ഇപ്പോൾ ഉള്ള ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ജ്വല്ലറി തകർത്ത് നമ്മളെ ജ്വല്ലറിക്ക് ആ ഒരു പഴയ പേരും കാര്യങ്ങളെല്ലാം നമുക്ക് തിരിച്ച് കിട്ടിയിട്ടാണെങ്കിൽ എനിക്ക് എങ്ങനെയെങ്കിലും തിരിച്ച് അനന്തപുരി തറവാടിലേക്ക് പോകണം എന്നുള്ളൊരു ലക്ഷ്യമൊക്കെയാണ് എൻ്റെ മനസ്സിലെന്നൊക്കെ പറഞ്ഞ് നമ്മൾ ആദർശ് പോവുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും ഞാൻ ഇങ്ങനെ പറയുന്നുണ്ട്, ഇതാണ് ആദർശേട്ടൻ മുത്തശ്ശനും ആഗ്രഹിക്കുന്നത്. ആദർശേട്ടൻ എവിടെയും തോക്കാൻ വേണ്ടി മുത്തശ്ശൻ ആഗ്രഹിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ സന്തോഷിച്ചൊക്കെ നിൽക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് വീഡിയോസ് ആയിട്ടൊക്കെ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെയുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഒന്ന് ഹൈപ്പ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.